ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ആർഗനെക്സ്. ഇറ്റ്സ് മീ വടകൻ. എടാ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് വരച്ച് പഠിക്കാനുള്ള ഒരൊറ്റ ചിത്രം ഉണ്ട്. ആ ചിത്രമായിട്ടാണ്. ഈ ചിത്രത്തിന്റെ ക്വസ്റ്റ്യൻ പല രീതിയിലായിട്ട് പരീക്ഷയ്ക്ക് വരാം. 3 രീതിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇതാക്കിയിട്ടുള്ളത്. ഈ 3 രീതിയിലാണ് നമുക്ക് കൃത്യമായിട്ട് എന്താക്കാറുള്ളത്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. സോ സാറിന്റെ കൂടെ ഇങ്ങനെ നിന്ന് തരാം, സാറ് സെറ്റാക്കി അടിപൊളിയാക്കി ഇത് പഠിപ്പിച്ചു തരും. ഇവിടെ ശ്രദ്ധിച്ചോളി മക്കളെ, ഇവിടെ നോക്കിയേ, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രോ എ റെക്റ്റാങ്കിൾ വിഡ്ത്ത് 5 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ വിഡ്ത്തും 4 സെന്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ദാ റെക്റ്റാങ്കിൾ വരച്ചു. കുഴപ്പമില്ലല്ലോ. 5 സെന്റിമീറ്റർ വിഡ്ത്തുണ്ട്, 4 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സാർ എക്സാമ്പിൾ ആയിട്ട് എടുത്താട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എത്ര ആയിരിക്കടാ? ഈ റെക്റ്റാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ 5 × 4 20 സെന്റിമീറ്റർ സ്ക്വയർ. എന്ത് സ്ക്വയർ? 20 സെന്റിമീറ്റർ സ്ക്വയർ. ഇതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം എന്നാ പറഞ്ഞത്. 20 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള എന്ത് വരയ്ക്കണം? സ്ക്വയർ വരയ്ക്കണം. കുഴപ്പമുണ്ടോടാ? അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു ക്വസ്റ്റ്യൻ കേട്ടോ, പോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 20 സ്ക്വയർ സെന്റിമീറ്റർ. അതായത് മുകളിൽ പറഞ്ഞല്ലേ, താഴത്തും പറഞ്ഞു. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ക്വയർ വരയ്ക്കണം, അതിന്റെ സൈഡ് എന്താവണം? √20 സ്ക്വയർ സെന്റിമീറ്റർ അല്ല, √20 സെന്റിമീറ്റർ ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിന്റെ സൈഡ് √20, ഇവിടെയും √20. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എത്ര ആയിരിക്കണം? ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എ സ്ക്വയർ അല്ലേ? നോക്കി, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √20 സ്ക്വയർ അല്ലേ? കാരണം ഇത് സ്ക്വയർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അതായത് ഇവിടുത്തെ ഏരിയ 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഈ പറയുന്ന 3 ക്വസ്റ്റ്യനിലും സൈഡ് √20 ആവാൻ പറഞ്ഞാലും ഏരിയ 20 ആവാൻ പറഞ്ഞാലും സൈഡുകൾ 5ഉം 4ഉം ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാലും ചോദ്യം എല്ലാം എന്താണെടാ? സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ എന്താക്കുന്നു? നമ്മുടെ കോമ്പസ് എടുക്കുന്നു, സ്കെയിൽ എടുക്കുന്നു, പെൻസിൽ എടുക്കുന്നു. റെഡി ആയിട്ട് നിന്നോളി, നമുക്ക് വരച്ചെടുക്കാം. യെസ് മക്കളെ, അപ്പൊ വരയ്ക്കാൻ വേണ്ടി കോമ്പസും സ്കെയിലും ഒക്കെ റെഡി ആണെന്ന് വിചാരിക്കുന്നു. സാറ് സ്കെയിൽ എടുക്കുന്നു. ആദ്യം തന്നെ സാർ എന്താക്കുന്ന അറിയോ? ഒരു 5 സെന്റിമീറ്റർ, കറക്റ്റ് 5 സെന്റിമീറ്റർ കേട്ടോ. ഒരു പൊടിക്ക് അധികം ഇല്ല, കുറവില്ല. 5 സെന്റിമീറ്റർ കറക്റ്റ് സാറ് ലൈൻ വരയ്ക്കുന്നു. കണ്ടോ? ഇനി സാറ് നമ്മുടെ സ്കെയിലിനും കൂടി ചെരിച്ച് വെച്ചിട്ട് സാർ ഇതാ ഇവിടെ ഒരു 4 സെന്റിമീറ്റർ, എവിടെ നമ്മുടെ 4 സെന്റിമീറ്റർ? ഇതാ ഇവിടുന്ന് മുകളിലോട്ട് സാർ ഇതാ ഒരു 4 സെന്റിമീറ്റർ ഇതാ പിടിച്ചു, ഒരു 4 സെന്റിമീറ്റർ മുകളിലോട്ടും ഇങ്ങനെ വരയ്ക്കുന്നു. ഇതേ സാധനം നമ്മൾ എവിടെയും വരയ്ക്കുന്നു. ഇപ്പുറത്തെ സൈഡിലും ഒരു 4 സെന്റിമീറ്റർ, പൊടിക്ക് കൂടുകയും ചെയ്തില്ല, പൊടിക്ക് കുറയുകയും ചെയ്തില്ല. കറക്റ്റ് 4 സെന്റിമീറ്റർ. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ 4ഉം 4ഉം വരച്ചു. ഇനി നമ്മൾ നമ്മുടെ 5 സെന്റിമീറ്റർ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. യെസ്, വി ആർ ഡ്രോയിങ്. ഇവിടുന്ന് ഇങ്ങോട്ട് 5 സെന്റിമീറ്റർ നമ്മൾ വരച്ചു. ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഇനിയാണ് നമ്മുടെ പണി തുടങ്ങാൻ പോകുന്നത്. റെക്റ്റാങ്കിൾ വരയ്ക്കൽ ആർക്കും നടക്കും. ജസ്റ്റ് നമ്മൾ 5 സെന്റിമീറ്റർ നീളവും അതുപോലെ തന്നെ ഹൈറ്റ് 4 സെന്റിമീറ്ററും ഉള്ള, ഇവിടെയും 4 സെന്റിമീറ്റർ ആണോ, 4 സെന്റിമീറ്റർ ഉള്ള എന്ത് വരച്ചു? റെക്റ്റാങ്കിൾ വരച്ചു. എന്ത് വരച്ചു? റെക്റ്റാങ്കിൾ വരച്ചു. ഇനി നമ്മൾ കോമ്പസ് എടുക്കുന്നു. എന്തെടുത്തു? കോമ്പസ് എടുത്തു. കോമ്പസ് എടുത്ത് ഇങ്ങാനിട്ട് ദാ മക്കളെ ഇവിടെ നോക്കിയേ, ഈ ഒരു പോയിന്റിൽ, റെക്റ്റാങ്കിളിന്റെ ഈ മൂലക്കുള്ള ഈ പോയിന്റിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മുടെ കോമ്പസ് വെക്കുന്നു. ആരെ വെച്ചു? കോമ്പസ് വെച്ചു. കണ്ടോടാ, കണ്ടോ 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 കോമ്പസ് വെച്ചു. എന്നിട്ട് നിങ്ങൾ ഇതാ ഈ കോമ്പസിന്റെ വട്ടം വരയ്ക്കാനല്ല കോമ്പസ് എടുത്തത്. വട്ടം വരയ്ക്കാനല്ല കോമ്പസ് എടുത്തത്. ഈ കോമ്പസ് എടുത്തത് എന്തിനാണെന്നറിയോ? സർപ്പം കാണിച്ചു കേട്ടോ. ഈ കോമ്പസ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു, ഈ മൂലക്ക് കൊണ്ടുപോയി വെക്കുന്നു. ഇവിടെ നിന്നും ഇവിടേക്ക് ഈ പറയുന്ന മുകളിലോട്ട് ഈ റെക്റ്റാങ്കിളിന്റെ ഈ സൈഡിന്റെ ലെങ്ത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. കുഴപ്പമുണ്ടോ? എന്നിട്ട് കോമ്പസിന്റെ അളവ് മാറ്റാതെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന് ഈ ഭാഗത്ത് നമ്മളൊരു ആർക്ക് ഇട്ട് വെക്കുന്നു. ഇതാണ് നമ്മുടെ ആദ്യത്തെ പണി. കുഴപ്പമുണ്ടോ? കോമ്പസിന്റെ പണി കഴിഞ്ഞില്ല കേട്ടോ. കോമ്പസ് ഞാൻ സാറ് സൈഡിലേക്ക് മാറ്റി വെച്ചതാണ്. ഇനി നമ്മുടെ സ്കെയിൽ എടുത്ത് കൊണ്ടുവരിക. നമ്മൾ ഈ 5 സെന്റിമീറ്റർ വരച്ച സൈഡിലെ നമ്മുടെ സ്കെയിലിൽ നമ്മൾ 5 സെന്റിമീറ്റർ വരച്ചിട്ടുള്ള ഈ ഒരു സൈഡിന് നമ്മൾ എന്താക്കാന്നറിയോ? ജസ്റ്റ് ഒന്ന് നീട്ടി, ഇറേസർ അല്ല, നീട്ടി ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക. നീളം കുറവാണല്ലോ, നീട്ടി വരച്ചോളി സാറേ. ഈ ലൈന് സാർ എന്താക്കുന്നു? ഈ ലൈന് ജസ്റ്റ് സാർ കറക്റ്റ് ആയിട്ട് നീട്ടി വരയ്ക്കുന്നു. കണ്ടോ? കുഴപ്പമുണ്ടോ? സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കാം.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കോമ്പസ് എടുത്ത് കൊണ്ടുവരുന്നു. സാർ 2 പോയിന്റ് കാണിച്ചു തരട്ടോ. ഇതാ വീണ്ടും നോക്കിക്കോളി. ഈ കോമ്പസ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതാ ഈ പോയിന്റിലും റെക്റ്റാങ്കിളിന്റെ ഇപ്പുറത്തെ സൈഡിലെ പോയിന്റിലും നമ്മൾ ഇപ്പോഴത്തെ ആർക്കിലെ ഈ പോയിന്റും കൂടി എടുത്തിട്ട് ഈ 2 പോയിന്റും എടുത്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു അറിയോ മക്കളെ? അവിടെ നമ്മൾ ലൈൻ ബൈസെക്ടർ കണ്ടുപിടിക്കും. എന്ത് ബൈസെക്ടർ കണ്ടുപിടിക്കും? ലൈൻ ബൈസെക്ടർ. എന്താ ലൈൻ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. ലൈൻ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. ഈ ലൈനിന്റെ പകുതി കണ്ടുപിടിക്കണം. അതായത് ഈ പോയിന്റിൽ നിന്നും ഇപ്പുറത്തെ പോയിന്റിലേക്കുള്ള എന്താക്കണം? അതിന്റെ സെന്റർ കണ്ടുപിടിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ പറയുന്ന കോമ്പസ് എടുത്ത് പകുതിയിലധികം കൊണ്ട് പിടിക്കുക. എന്തിലധികം പിടിക്കുക? പകുതിയിലധികം പിടിച്ചിട്ട് ഒരാർക്ക് വിടാം. കണ്ടോ? ഒരാർക്ക് വിടാം. അതുപോലെ കോമ്പസിൽ അളവ് മാറ്റാണ്ട് ഈ സ്കെയിലൊക്കെ ഒന്നും കൊണ്ട് മാറ്റിക്കി. കണ്ടോ? ഇവിടെ ഒരാർക്ക് ഇടുക. മുകളിലൊരാർക്കിട്ടോ താഴത്തൊരാർക്കിട്ടോ, മുകളിലൊരാർക്കിട്ടോ താഴത്തൊരാർക്കിട്ടോ. കോമ്പസ് എടുത്ത് ഇപ്പുറത്തെ ആർക്കുമ്പോൾ കൊണ്ടുപോയി വെക്കുന്നു. ഈ പോയിന്റിൽ കൊണ്ടുപോയി വെക്കുന്നു. കുഴപ്പമില്ലല്ലോ. അളവ് മാറ്റരുത് കേട്ടോ. സെയിം അളവില് സെയിം അളവില് നമ്മൾ തിരിച്ച് ഇവിടെയും ഒരു ആർക്കിട്ടോ. എന്തിട്ടോ? ആർക്കിട്ടോ. യെസ്. ഇനി നമ്മൾ എന്താക്കുന്നു? നമ്മുടെ കോമ്പസിന്റെ അളവ് മാറ്റാതെ മുകളിലേക്ക് കൊണ്ടുവരുന്നു. ഒരാർക്ക് അവിടെ ഇടുന്നു. യെസ് 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 യെസ്. നമ്മൾ നമ്മുടെ അവസാനത്തെ പാർട്ടിലേക്ക് എത്താൻ പോവുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കെയിലിനെ കൊണ്ടുവരുന്നു. സ്കെയിലിനെ കൊണ്ടുവന്നിട്ട് ഈ 2 ആർക്കുകൾ തമ്മിൽ ഈ കൂട്ടിമുട്ടിയ പോയിന്റുകൾ തമ്മിൽ നമ്മൾ എന്താക്കാൻ പോവുകയാണടാ? ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. കണ്ടോ? യെസ്. ഇവിടെ 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 ഈ പോയിന്റും ഈ പോയിന്റിൽ വന്ന് നിൽക്കടാ. യെസ്. ഈ പോയിന്റും തമ്മിൽ കുഴപ്പമില്ലല്ലോ. ഈ 2 പോയിന്റുകൾ തമ്മിൽ നമ്മൾ ഒരു ജസ്റ്റ് ഒരു ലൈൻ, ഒരു പൊടിക്ക് എവിടെ 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 ഒരു പൊടിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ചെന്ന് റെഡി. യെസ്. 2 പോയിന്റുകൾ കൃത്യമായിട്ട് വെച്ചിട്ട് ഒരു ലൈൻ ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കാം. കണ്ടോ? ആ ലൈന് വന്ന് കാണിട്ട് നമ്മുടെ ഈ ലൈൻമേൽ വന്ന് കൂട്ടിമുട്ടിയത് കണ്ടോ? ഈ ലൈനും കൂടി കൂട്ടിമുട്ടി ഈ ഒരു പോയിന്റിലെ അതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്. നോക്കിയോളി, ശ്രദ്ധിച്ചോളി. യെസ്. ആ പോയിന്റിൽ നമ്മൾ എന്തിനെ കൊണ്ടുപോയി വെക്കുന്നു? കോമ്പസിനെ കൊണ്ടുപോയി വെക്കുന്നു. കുഴപ്പമുണ്ടോ? ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കോമ്പസ് ഈ അളവ് ഈ ഇപ്പുറത്തുള്ള ആർക്കിലേക്കുള്ള അളവെടുക്കുന്നു. കോമ്പസ് നിങ്ങൾ ഇവിടെ വെക്കുന്നു. ഇപ്പുറത്തുള്ള വലത്തെ സൈഡിലേക്കോ അല്ലെ ഈ സൈഡിലേക്കോ ഇവിടേക്കോ ഉള്ള അളവെടുത്താൽ മതി. കുഴപ്പമില്ലല്ലോ. ഇവിടേക്കോ ഉള്ള അളവെടുത്താൽ മതി. ഡോണ്ട് വറി. അപ്പൊ സാർ എന്താക്കുന്നു? ഒരു സൈഡിലേക്കുള്ള അളവെടുക്കുന്നു. എവിടെ പോയി? യെസ്. ഈ സൈഡിലേക്കുള്ള അളവെടുക്കുന്നു. ഈ സൈഡിലേക്കുള്ള അളവ് കറക്റ്റ് ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു കോമ്പസ് വെച്ച് മുകളിലൂടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. എടാ മോനെ, നമ്മളോട് സ്ക്വയർ വരയ്ക്കാനാ പറഞ്ഞത്. എന്ത് വരയ്ക്കാനാ പറഞ്ഞത്? സ്ക്വയർ വരയ്ക്കാനാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ സ്കെയിലെടുത്ത് ഈ സ്കെയിൽ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ 4 സെന്റിമീറ്റർ ഉള്ള സൈഡില്ലായിരുന്നോ? നമ്മുടെ റെക്റ്റാങ്കിളിൽ 4 സൈഡുള്ള സെന്റിമീറ്റർ ഇല്ലേ? ആ സെന്റിമീറ്ററിനുള്ള ആ സൈഡിനെ നിങ്ങൾ എന്താക്കുന്നു അറിയോ മക്കളെ? യെസ്. കാണിച്ചുതരാം. സാറ് കാണിച്ചുതരാം. ആ സൈഡിന് നിങ്ങളിതാ ഓൾറെഡി ഉള്ള സൈഡാണ്. ആ സൈഡിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് വരയ്ക്കും. കണ്ടോ? സൈഡ് ഓൾറെഡി ഉണ്ടോ? ആ സൈഡ് ഞാൻ കറക്റ്റ് ആക്കി വെക്കുന്നതാണ് കേട്ടോ. യെസ്. ആ സൈഡിനെ നിങ്ങൾ ജസ്റ്റ് പിടിച്ചു. ഈ സൈഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വലുതാക്കി വരയ്ക്കും. എവിടെ വരെ എന്നറിയോ? ആ മുകളിലുള്ള സർക്കിൾ വരെ വലുതാക്കി വരയ്ക്കും. ഈ സൈഡാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ്. ഇതുപോലെ എത്ര സൈഡ് വേണം? 4 സൈഡ് വേണം. ഇതുപോലെ എത്ര സൈഡ് വേണം? 4 സൈഡ് വേണം. യെസ്. അപ്പൊ 4 സൈഡ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ. 4 സൈഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. യെസ്. ഇവിടെ ശ്രദ്ധിച്ചോളി. നമ്മുടെ കോമ്പസ് എടുത്തു. എന്തെടുത്തു? കോമ്പസ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ റെക്റ്റാങ്കിളിന്റെ ഈ മൂലക്ക് നമ്മുടെ ഈ സൈഡിന്റെ അടിയിൽ എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന സൈഡിന്റെ ലെങ്ത് മുകളിൽ വരെ ഇങ്ങോട്ട് കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മുടെ കോമ്പസിൽ നിൽക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് ആണടാ. ഇനി നമ്മളിതാ ആ കോമ്പസിന്റെ അളവ് വെച്ചതാ ഇവിടേക്കൊരു ആർക്കിട്ടു. എന്തിട്ടു? ആർക്കിട്ടു. യെസ്. രണ്ടാമത്തെ സൈഡ് ഇവിടെ വന്നു. രണ്ടാമത്തെ സൈഡും വന്നു. ഇനി നമ്മുടെ കോമ്പസ് എടുത്ത് കണ്ടിട്ട് നമ്മളെ ഇട്ട ആർക്കുമ്പോൾ കൊണ്ടുപോയി വെക്കുന്നു. കുഴപ്പമുണ്ടോ? എന്നിട്ട് നമ്മൾ കോമ്പസിന്റെ അളവ് മാറ്റാതെ മുകളിലൊരു ആർക്കും കൂടി ഇട്ടു. ഇനി നമ്മൾ അളവ് മാറ്റാതെ വീണ്ടും ഈ കോമ്പസ് ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു. ഈ സൈഡിൽ കൊണ്ടുപോയി വെക്കുന്നു. അപ്പൊ നമുക്ക് അവിടുന്ന് ഇപ്പുറത്തെ സൈഡിലേക്കും നമുക്ക് എന്താക്കാം? ഒരാർക്കിടാം. ഇതോടുകൂടി എന്തായി? നമ്മുടെ കോമ്പസിന്റെ ആവശ്യം കഴിഞ്ഞു. ഇനി നമ്മൾ സ്കെയിൽ എടുത്ത് കൊണ്ടുവരുന്നു. ഈ സ്കെയിൽ എടുത്തതാ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് സാർ സ്കെയിൽ ഉപയോഗിച്ച് ഒരു ലൈൻ വരയ്ക്കുന്നു. അതുപോലെ കോമ്പസ് വെച്ച് സ്കെയിൽ വെച്ച് കഴിഞ്ഞിട്ട്
ദാ ഇവിടെ നോക്കിയേ യെസ് എവിടെ യെസ് ഇവിടെ നിന്നും മുകളിൽ നിന്നും സാറദാ ഈ പോയിന്റിലേക്ക് ഈ പോയിന്റിലേക്ക് സാറദാ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ദാ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടായത് കണ്ടോ? ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയാം മക്കളെ? 20 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അതായത് ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന റെക്റ്റാങ്കിളിന്റെ അതേ ഏരിയയുള്ള എന്തായിരിക്കും? ഒരു സ്ക്വയർ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. എടാ മോനെ, നമ്മുടെ പറയുന്ന ക്രിസ്മസ് എക്സാമിന് ഈ പറയുന്ന ചോദ്യം പരീക്ഷയ്ക്ക് എന്തായാലും വരുമെന്ന സാറ് കഴിഞ്ഞ ലൈവില് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മക്കൾക്ക് ഡൗട്ടുള്ള ആളുകളൊക്കെ ഇത് സെറ്റ് ആക്കി എടുത്തിട്ട് മാത്രമേ എക്സാം ഹാളിലേക്ക് കടക്കാൻ പാടുള്ളൂ. കാരണം 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് എന്തായാലും ഈ ചോദ്യം വന്നിരിക്കും. നമ്മുടെ അർജുൻ സാറുമായിട്ട് ബെറ്റ് വെച്ച ചോദ്യമാണ്. സോ മറക്കണ്ട മക്കളെ, കൃത്യമായിട്ട് പഠിച്ചു കണ്ട് സെറ്റ് ആക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സീ യു. ഇറ്റ്സ് മീ വടകൻ സൈനിങ് ഓഫ് ഫ്രം ആർഗെനെക്സ്.